ഇത് നമുക്ക് പരിപ്പും തക്കാളിയും കൂടിയിട്ട് കറി വെക്കുന്നതിന് നോക്കാം. ഈ കറി ബാച്ചിലേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിലും അധികം പണിയൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു കറിയാണിത്. ഈ കറി ചോറിന്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, കുക്കൂസിന്റെ കൂടെ കഴിക്കാം, ബ്രെഡിന്റെ കൂടെ മുക്കി കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പൊ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് വെറുതെ രസം പോലെ കുടിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇതേന്ന് റെഡിയാക്കാം. ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മെഷീൻ കപ്പിലാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് പരിപ്പ് നമ്മൾ ഗ്രാം കണക്കിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 200 ഗ്രാം പരിപ്പുണ്ടാവും. പിന്നെ 2 വലിയ തക്കാളി ഇതേപോലെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു സവോളയുടെ പകുതി, അത് ഞാനിവിടെ ഒരുപാട് ചെറുതായിട്ടല്ല കട്ട് ചെയ്തേക്കുന്നത്, ഇതേപോലെ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ഈ ഇഞ്ചി ചതച്ചിട്ട് എടുക്കണം. പിന്നെ പച്ചമുളക് വന്നാലേ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ അത്യാവശ്യം നല്ല എരിവുള്ള ഇതേപോലത്തെ 6 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് ഒന്ന് കീറിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കറിവേപ്പിലയും വേണം. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പരിപ്പ് ഏറ്റാദ്യം നന്നായിട്ട് കഴുകിയിട്ടെടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ കഴുകിയെടുത്തേക്കണ പരിപ്പ് കുക്കറിലേക്ക് ചേർക്കും. എന്നിട്ട് ഈ പരിപ്പിൻ്റെ കൂടെ ഈ തക്കാളിയും സവോളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഈ പരിപ്പ് ഏറ്റാദ്യം ഫസ്റ്റ് വേവിച്ചിട്ടെടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കും. താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കടുക് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം വേണം. പിന്നെ ഒരു വലിയൊരു സവോളയുടെ പകുതി, അത് ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഫുള്ളായിട്ട് വലിയൊരു സവോളയും എടുത്തിട്ടുണ്ടായിരുന്നത്, പകുതി ഇതിലേക്ക് വലിയ പീസായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു. പിന്നെ ഉണക്കമുളകും വേണം, കറിവേപ്പിലയും വേണം. പിന്നെ മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും വേണം, മുളകിൻ്റെ പൊടിയും വേണം. ഇതിലേക്ക് മല്ലിപ്പൊടിയും ചേർക്കില്ല, പിന്നെ ഗരം മസാല, കുരുമുളകിൻ്റെ പൊടി അതൊന്നും ചേർക്കില്ല. മുളകിൻ്റെ പൊടി കുറവായിരിക്കും ചേർക്കുക. പച്ചമുളക് പരിപ്പ് വേവിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ചേർക്കുക. നമുക്ക് സമയം കളയാണ്ട് തന്നെ ഈ പരിപ്പൊന്ന് കഴുകിയിട്ടെടുക്കുക. ഈ പരിപ്പ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കുക. ഈ കുക്കറിലേക്ക് കഴുകിയെടുത്തേക്കണ പരിപ്പ് ചേർക്കുക. പരിപ്പൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാം. ഞാനിവിടെ 1 കപ്പ് പരിപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലേക്ക് 4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇഞ്ചി ചതച്ചത് ചേർക്കുക. ഇതിലേക്ക് തക്കാളി ചേർക്കുക. ഈ പച്ചമുളക് ചേർക്കുക. സവോള ചേർക്കുക. സവോള ഇതേപോലെ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുക. അപ്പോൾ അത് കറിയുടെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് കറിവേപ്പില ചേർക്കുക. വേവിക്കാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കാം. ഈ പരിപ്പ് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഈ പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് തീ ഓണാക്കാം. ഈ കുക്കറിൽ നിന്ന് ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കൂടി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീം മുഴുവനും പോയി കഴിഞ്ഞിട്ട് വേണം കുക്കർ തുറക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ തിരക്ക് പിടിച്ചിട്ട് ഇതിങ്ങനെ പൊന്തിച്ച് ഇതിൻ്റെ ഉള്ള സ്റ്റീം കളഞ്ഞിട്ട് കുക്കർ തുറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പരിപ്പ് നിങ്ങൾക്ക് ശരിക്കും വെന്ത് കിട്ടില്ല. ഇപ്പോൾ കുക്കറിൽ നിന്ന് ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് വയ്ക്കാം. വിസിൽ പുറത്തേക്ക് പോവാത്ത തരത്തിൽ തീ കുറച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തീ ഓഫ് ചെയ്യണം. ഇപ്പോൾ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ആവി മുഴുവനും പോയിട്ടുണ്ട്. ഇനി കുക്കർ തുറക്കാം. ഇപ്പോൾ ഇതിനകത്ത് പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ കറിക്ക് അത്യാവശ്യത്തിനുള്ള ഗ്രേവിയുണ്ട്. ഇതിലേക്ക് താളിച്ച് ചേർക്കുക. അപ്പോൾ നിങ്ങൾ ഇതേപോലെ പരിപ്പ് വേവിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളങ്ങനെ ഒഴിച്ചേക്കണ വെള്ളം അങ്ങനെ കുറവായിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പരിപ്പ് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ ഇതിനകത്ത് ഒട്ടും ചാറുണ്ടാവില്ല. ഈ കറി ഭയങ്കര തിക്കായിട്ടിരിക്കും. അങ്ങനെ തിക്കായിട്ടിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിലേക്ക് നിങ്ങൾ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് തുറന്ന് വെച്ചിട്ട് തീ ഓണാക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കുക. കാരണം പരിപ്പ് കറിയിൽ അത്യാവശ്യം ഇതേപോലെ ഇങ്ങനെ ചാറ് വേണം. നല്ല തിക്കായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കറി ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊന്നും കൂടി ഒന്ന് തിക്കാവും. അപ്പോൾ കറി എടുക്കുമ്പോൾ ഇതേപോലെ എടുക്കുക. ഒരുപാട് ഭയങ്കര വെള്ളം പോലെ എടുക്കണ്ട, എന്നാൽ ഭയങ്കര തിക്കായിട്ട് എടുക്കുകയും ചെയ്ത്. പരിപ്പ് കറിയൊക്കെ എടുക്കുമ്പോൾ ഇതേപോലെ കുറച്ച് ലൂസായിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് താളിച്ച് ചേർക്കുക. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഈ ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുക. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ടാണ് ഈ വെളിച്ചെണ്ണ ഇതേപോലെ ഇങ്ങനെ കട്ട പോലെ ഇരിക്കുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ചേർക്കുക. കടുക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക. ഇപ്പോൾ കൃത്യം ഇത്രയ്ക്ക് അളവ് തന്നെ ചേർക്കണമെന്നില്ല. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. കടുക് മുഴുവൻ അങ്ങോട്ട് പൊട്ടാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട, ഒരു 3/4 ഭാഗം പൊട്ടിയാൽ മതി.
പിന്നെ ബാക്കിയുള്ളത് ഇനി നമ്മൾ ജീരകമൊക്കെ ചേർക്കുമ്പോൾ അങ്ങോട്ട് പൊട്ടിക്കോളും. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ജീരകം പെട്ടെന്ന് അങ്ങോട്ട് കരിയും. അപ്പോൾ ജീരകം ചേർത്ത വഴിക്കാൻ ഉണക്കമുളക് ചേർക്കാം. ഇതിലേക്ക് സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. നിങ്ങൾ ജീരകം ചേർത്ത വഴിക്ക് തന്നെ ഈ ഉണക്കമുളകും സവോളയൊക്കെയാണ് ചേർത്തത്. കാരണം ഓയിൽ നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ജീരകം പെട്ടെന്ന് അങ്ങോട്ട് കരിയും. ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഞാനിവിടെ നമ്മൾ വേവിച്ച് വെച്ചേക്കണ പരിപ്പ് ഞാനിവിടെ കുക്കറിൽ നിന്ന് പകർത്തി വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വെക്കുന്നുണ്ട്. അങ്ങനെ പകർത്തി വെക്കണമെന്നൊരു നിർബന്ധമില്ല. നിങ്ങൾ കുക്കറിലേക്ക് തന്നെ താളിച്ച് ചേർത്താൽ മതി. അപ്പോൾ അത് സവോളയൊക്കെ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഈ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിയണം. ഈ സവോളയ്ക്ക് പകരം നിങ്ങളുടെ അടുത്ത് ചുവന്നുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ചുവന്നുള്ളി ചേർക്കുക. കാരണം സവോളയിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചുവന്നുള്ളിക്കായിരിക്കും. അപ്പോൾ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. മുളകിൻ്റെ പൊടി വളരെ കുറച്ച് ചേർത്താൽ മതി. നമ്മൾ ഇതിലേക്ക് പച്ചമുളക് അത്യാവശ്യം ചേർത്തിട്ടുണ്ടല്ലോ. ഇനി അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്താണ് മുളകിൻ്റെ പൊടി ചേർക്കണത്. ഇതേപോലെ ഇങ്ങനെ അത്യാവശ്യം നന്നായിട്ട് സവോളയൊക്കെ ചേർത്തിട്ട് വേണം ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴായിരിക്കും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കാരണം നമ്മൾ കറിയിലേക്ക് ഇതിനു മുമ്പ് വേറെ ഓയിലൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. സവോളയും മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഈ തീ ഓഫ് ചെയ്യുക. ഇത് കറിയിലേക്ക് ചേർക്കാം. ഈ കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ പരിപ്പ് തക്കാളി കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി ഇതേപോലെ ഇങ്ങനെ അത്യാവശ്യം നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കണം. അപ്പോഴായിരിക്കും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഓഫീസിലേക്ക് പോകണവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ പരിപ്പ് ഇതേപോലെ തക്കാളിയൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് വരുമ്പോൾ ഇതേപോലെ താളിച്ച് ചേർത്താലും മതി. അപ്പോൾ പരിപ്പ് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം താളിച്ചിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവത്.